ജാനകിയമ്മ ഇനി ഓർമ്മ. അന്ത്യാഞ്ജലി അർപ്പിച്ച് 10,000. പൂർണ്ണ ബഹുമതികളോടെ സംസ്കാരം. അന്ത്യവിശ്രമം കനിയനഹുണ്ടി ഫാം ഹൌസിൽ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ കടുപ്പിച്ച CPI. എല്ലാ സ്ഥാനവും ഒറ്റ പാർട്ടിക്കെന്ന രീതി മാറണമെന്ന് ബിനോയ് വിശ്വം. കീഴ്വഴക്കമല്ല, ഒന്നിച്ചു പോകലാണ് വലുതെന്ന് ഓർമ്മപ്പെടുത്തൽ. നിർണായക ഉഭയകക്ഷി ചർച്ച ചൊവ്വാഴ്ച. ജി സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി വിമർശനം. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നൽകാത്തതിൽ പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് സുരേഷ് ഗോപി. ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും കേന്ദ്രമന്ത്രി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കടച്ച് ഇറാൻ. ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ആശങ്കയറിയിച്ച് ഇന്ത്യ. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി അന്തരിച്ചു. വിടവാങ്ങിയത് ആധുനിക ഖത്തറിന്റെ ശില്പി. അൽ ജസീറ മാധ്യമ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നരേന്ദ്രമോദി. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാരും ലോകകപ്പ് സെമിയിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ കാത്ത് സ്പെയിൻ. അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം വ്യാഴാഴ്ച. ലോകകപ്പിൽ 15 നോക്കൌട്ട് മത്സരങ്ങൾ കളിച്ച ആദ്യ താരമായി മെസ്സി.